ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള ബേസിക് സയൻസിലെ അവസാനത്തേതും 10ാമത്തേതുമായ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് 5ാം ക്ലാസ്സിലെയും അതുപോലെ തന്നെ 9ാം ക്ലാസ്സിലെയൊക്കെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള ചാപ്റ്റേഴ്സ് ഫസ്റ്റ് പാർട്ട് എടുത്തിട്ടുണ്ട്. 5ാം ക്ലാസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ SS, ബേസിക് സയൻസ് ഇവയെല്ലാം നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ അത് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കമൻറ്റ്, ലൈക്ക് എന്നിവ നൽകി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് 10ാമത്തെ ചാപ്റ്റർ. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് സുരക്ഷിത ഭക്ഷണം എന്നതാണ് 10ാമത്തെ ചാപ്റ്റർ. അപ്പം നമുക്ക് നോക്കാം. ഇവിടെ കുറേ അതിമനോഹരമായ ആഹാര സാധനങ്ങളുടെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. വായിൽ വെള്ളമൂറുന്ന രീതിയിലുള്ള ആഹാര പദാർത്ഥങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. പക്ഷേ ഈ ആഹാരമൊക്കെ സുരക്ഷിതമാണോ? അതാണ് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. വൈവിധ്യമുള്ള എത്രയെത്ര ഭക്ഷണ വിഭവങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഇവയിൽ പലതും നിങ്ങൾ രുചിച്ചു നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ കഴിക്കാറുള്ള ആഹാര വിഭവങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ ലിസ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾക്കുള്ള വർക്കുകളാണ്. ഇനി ഭക്ഷണത്തിൽ ഇത്രമാത്രം വൈവിധ്യമുണ്ടാകാൻ കാരണം എന്താണ്? മനുഷ്യൻ എക്കാലത്തും ഭക്ഷണത്തിന് പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഭക്ഷണ വിഭവങ്ങളിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തുകയും മാറ്റം വരുത്തുകയും ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ചിലതരം ഭക്ഷണ പദാർത്ഥങ്ങൾ തുടർച്ചയായി കഴിക്കുന്നത് ആരോഗ്യത്തിന് ഗുണകരമാണോ? അപ്പോൾ എല്ലാ ഭക്ഷണങ്ങളും നമുക്ക് ആരോഗ്യം നൽകുന്നതാണോ? ഇനി ചില ഭക്ഷണങ്ങൾ നമ്മൾ തുടർച്ചയായി കഴിച്ചാൽ അത് നമ്മുടെ ആരോഗ്യത്തിന് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും, അല്ലെങ്കിൽ അത് സുരക്ഷിതമാണോ, ഗുണകരമാണോ, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഗുണമേന്മയില്ലാത്ത ഭക്ഷണ വിഭവങ്ങൾ നമ്മുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു. അപ്പോൾ ഗുണകരമല്ലാത്ത അല്ലെങ്കിൽ ഗുണമേന്മയില്ലാത്ത ഭക്ഷണ വിഭവങ്ങൾ നമ്മുടെ ആരോഗ്യത്തെ എന്ത് ചെയ്യുന്നു? ദോഷമായിട്ട് ബാധിക്കുന്നു. ആഹാരം എന്തിന്? അപ്പോൾ ഇനി നമ്മൾ മെയിനായിട്ടുള്ള നമ്മുടെ പാഠഭാഗത്തിലേക്ക് വരികയാണ്. ആഹാരം എന്തിനാ? നമ്മൾ എന്തിനാണ് ആഹാരം കഴിക്കുന്നത്? അപ്പോൾ നമുക്കറിയാം, ആരോഗ്യമായ വളർച്ചയ്ക്ക് നമ്മൾ ആഹാരം കഴിക്കുന്നു, പ്രവർത്തിക്കാനുള്ള ഊർജം ലഭിക്കാൻ നമ്മൾ ആഹാരം കഴിക്കുന്നു, അസുഖങ്ങൾ വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ആഹാരം കഴിക്കുന്നു. അങ്ങനെ എന്താണ്, നിരവധി കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആഹാരം കഴിക്കുന്നത്. ഇനി ആഹാരം എവിടെ നിന്നെല്ലാമാണ് ഉണ്ടാകുന്നത്? നിങ്ങൾ ഒരു ദിവസം എത്ര തവണ ഭക്ഷണം കഴിക്കാറുണ്ട്? അപ്പോൾ ഓരോരുത്തരും പല തരത്തിലാണ് ഭക്ഷണം കഴിക്കുന്നത്. എന്തൊക്കെ ഭക്ഷ്യവിഭവങ്ങളാണ് നിങ്ങളുടെ ഭക്ഷണത്തിൽ സാധാരണ ഉൾപ്പെടുത്താറുള്ളത്? ഇതിനാവശ്യമായ വസ്തുക്കൾ എവിടെ നിന്നെല്ലാമാണ് ലഭിക്കുന്നത്? ഒരു കുട്ടിയുടെ ഉച്ചഭക്ഷണവും അതിനാവശ്യമായ വസ്തുക്കളും അവ ലഭിച്ച സ്ഥലവുമാണ് താഴെ പട്ടികയിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഭക്ഷണത്തിന് നമ്മൾ കേരളീയരെല്ലാവരും ഉപയോഗിക്കുന്ന ഉച്ചഭക്ഷണത്തിന് എന്താണ്? ചോറായിരിക്കും അല്ലേ? അപ്പോൾ ചോറാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി ചോറിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച വസ്തു എന്താണ്? അരിയാണ് ചോറിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഉപയോഗിച്ച വസ്തുക്കൾ ലഭിച്ച സ്ഥലം എവിടെ നിന്നാണ്? അരി ലഭിക്കുന്നത് എവിടെയാണ്? കടയിൽ നിന്നാണ് അരി ലഭിക്കുന്നത്. ഇനി മീൻ കറി. അപ്പോൾ ചോറിനോട് നമ്മൾ ചിലപ്പോൾ മീൻ കറി, ചിലപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള കറി, ചിക്കൻ കറിയോ അല്ലെങ്കിൽ സാമ്പാർ, അങ്ങനെ രസം, ഇങ്ങനെ പല സാധനങ്ങൾ നമ്മൾ കഴിക്കാറുണ്ട്. അപ്പോൾ മീൻ കറിയാണെങ്കിൽ മീൻ ഉപയോഗിച്ച വസ്തുക്കൾ എന്തൊക്കെയാണ്? മീൻ, അതുപോലെ ഉള്ളി, തക്കാളി, പുളി, വെളുത്തുള്ളി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പച്ചമുളക്, വെളിച്ചെണ്ണ, കറിവേപ്പില, ജലം, ഇതൊക്കെ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? മീൻ കറി വയ്ക്കാൻ ഉപയോഗിക്കുന്നു. ഇനിയോ ഇത് എവിടെ നിന്നാണ് ലഭിച്ചത്? അപ്പോൾ മാർക്കറ്റിൽ നിന്ന്, അല്ലെങ്കിൽ കടയിൽ നിന്ന്, അല്ലെങ്കിൽ വീട്ടിലുണ്ടായത്, കിണറിൽ നിന്ന്, ഇങ്ങനെയൊക്കെ എന്തുണ്ടാകുന്നു? മീൻ കറി വയ്ക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു. ഇനി അടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഉച്ചയ്ക്ക് മീൻ കറി, ചോറ്, അതുപോലെ ഒരു തോരൻ, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കും അല്ലേ? അപ്പോൾ ഇവിടെ തോരൻ തന്നിട്ടുണ്ട്. എന്താണ് തോരന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്?
പയറ്, തേങ്ങ, വെളിച്ചെണ്ണ, കടുക്, മുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ജലം ഇവയൊക്കെ നമ്മൾ തോരൻ വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഇനി വീട്ടിലുണ്ടായതാണോ, കടയിൽ നിന്ന് വാങ്ങുന്നതാണോ, കിണറിൽ നിന്ന് കിട്ടുന്ന ജലം, ഇങ്ങനെ തോരൻ വയ്ക്കാൻ ആവശ്യമായ സ്ഥലങ്ങൾ നമുക്ക് എവിടെ നിന്നൊക്കെയാണ്? വീട്ടിലുണ്ടായതാവാം, ഇനി കടയിൽ നിന്ന് വാങ്ങിയതാവാം, അതുപോലെ കിണറിൽ നിന്ന് കിട്ടിയ ജലം ഉപയോഗിച്ച് അങ്ങനെയും ആകാം. ഇനി നമ്മൾ അടുത്ത് പറയുന്നത് എന്താണ്? മാങ്ങ അച്ചാർ. അപ്പോൾ നമ്മൾ ചോറ്, മീൻകറി, തോരൻ, മാങ്ങ അച്ചാർ ഇതൊക്കെ കൂട്ടി നമ്മൾ ആഹാരം കഴിക്കുകയാണ്. അപ്പോൾ മാങ്ങ അച്ചാറിന് എന്തൊക്കെയാണ്? മാങ്ങ വേണം, മുളക് പൊടി, കായം, ഉപ്പ്, എണ്ണ, ഉലുവപ്പൊടി, കടുക്, മഞ്ഞൾപ്പൊടി ഇതൊക്കെ എന്തിനുപയോഗിക്കാറുണ്ട്? മാങ്ങ അച്ചാറിടുന്നതിന് ഉപയോഗിക്കാറുണ്ട്. അപ്പം മാങ്ങ എവിടെ നിന്നാണ് നമ്മൾ വാങ്ങുന്നത്? ഒന്നുകിൽ വീട്ടിൽ നിന്നുണ്ടായതാകാം, അല്ലെങ്കിൽ എവിടെയാണ്? കടയിൽ നിന്ന് കിട്ടുന്നതായിരിക്കാം. അപ്പോൾ ആഹാരം പാചകം ചെയ്യാൻ ആവശ്യമായ വസ്തുക്കൾ എവിടെ നിന്നെല്ലാമാണ് ലഭിച്ചത് എന്ന് നമുക്ക് മനസ്സിലായി. ഇവയിൽ കടയിൽ നിന്ന് വാങ്ങിയ വസ്തുക്കൾ ഏതെല്ലാം? നിങ്ങളുടെ ഒരു നേരത്തെ ആഹാരം താഴെ പറയുന്ന പ്രകാരം പട്ടികപ്പെടുത്താൻ കൂടി കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഓരോ ഭക്ഷണ വിഭാഗവും തയ്യാറാക്കുന്നതിന് വ്യത്യസ്ത വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ഓരോ വസ്തുവും ഉപയോഗിക്കുന്നത് എന്താണ്? ഇപ്പോൾ മീൻകറിക്കാണെങ്കിൽ വ്യത്യസ്ത വസ്തുക്കൾ, അതുപോലെ തോരനാണെങ്കിൽ അങ്ങനെ പല തരത്തിലുള്ള സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവ ലഭിക്കുന്നത് വ്യത്യസ്ത ഇടങ്ങളിൽ നിന്നാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരം പോഷകപ്രദവും സുരക്ഷിതവുമാകണം. ഇനി നമ്മൾ കഴിക്കുന്ന ആഹാരം എങ്ങനെയുള്ളതായിരിക്കണം? അത് പോഷകപ്രദമായിരിക്കണം, അത് സുരക്ഷിതമായിരിക്കണം. ഇതിനായി വിഭവങ്ങൾ തയ്യാറാക്കുന്നതിന് ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ ഗുണനിലവാരം, അവ പാചകം ചെയ്യുന്ന രീതി തുടങ്ങിയവ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ പറയുന്നത് സുരക്ഷിതമായ ഭക്ഷണത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ സുരക്ഷിതമായ ഭക്ഷണത്തെക്കുറിച്ച് ഒരു ഡയറ്റീഷ്യൻ്റെ അഭിപ്രായം ശ്രദ്ധിക്കുക. എന്താണ്? സമീകൃതാഹാരത്തിൻ്റെ അഭാവവും തെറ്റായ ഭക്ഷണശീലങ്ങളുമാണ് നമ്മുടെ മിക്ക ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണം. ഭക്ഷ്യവിഭവങ്ങളുടെ തിരഞ്ഞെടുപ്പ് മുതൽ ഭക്ഷിക്കുന്നത് വരെ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ആഹാരം ആരോഗ്യകരമാകൂ. അപ്പോൾ നമ്മുടെ ആഹാരം ആരോഗ്യകരമാകാൻ നമ്മൾ എന്ത് ചെയ്യണം? നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ സുരക്ഷിതമായ ഭക്ഷണം ലഭിക്കാൻ ഭക്ഷ്യവസ്തുക്കളുടെ തിരഞ്ഞെടുപ്പ് മുതൽ ഭക്ഷിക്കുന്നത് വരെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചില കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. എന്താണ്? ഭക്ഷ്യവസ്തുക്കളുടെ തിരഞ്ഞെടുപ്പ്, പിന്നെന്താണ്? അത് പാകം ചെയ്യുന്ന രീതി, അത് പിന്നെ അതിനായി നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഉപയോഗിക്കുന്ന രീതി, ഇതൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രീതി, ഇതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടതാണ്? സുരക്ഷിതമായ ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട ഘടകങ്ങളാണ്. ഇനി ഭക്ഷ്യവസ്തുക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം ചെയ്യണം? പാചകം ചെയ്ത ഭക്ഷണ വിഭവങ്ങളും പാചകം ചെയ്യാനുള്ള ഭക്ഷ്യവസ്തുക്കളും നാം കടകൾ, ഹോട്ടലുകൾ, മാർക്കറ്റ് എന്നിവിടങ്ങളിൽ നിന്നാണ് വാങ്ങുന്നത്. ഇവ ഓരോന്നും തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ അവയുടെ ഗുണനിലവാരം ശ്രദ്ധിക്കാറുണ്ടോ? അപ്പോൾ നമ്മൾ എന്താണ്? ഭക്ഷ്യവസ്തുക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ എവിടെ നിന്നായാലും അതിൻ്റെ ഗുണനിലവാരം ശ്രദ്ധിച്ച് വേണം വാങ്ങാൻ. മത്സ്യം തിരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെയുള്ള മത്സ്യമായിരിക്കണം നമ്മൾ വാങ്ങേണ്ടത്? ഫ്രഷ് ആയിട്ടുള്ള അഴുകാത്ത മത്സ്യമായിരിക്കണം വാങ്ങേണ്ടത്. ഇത് വാങ്ങരുത്, തെറ്റാണ്. ഇനി തിരഞ്ഞെടുക്കേണ്ടത്, വിരൽ കൊണ്ട് അമർത്തുമ്പോൾ കുഴിഞ്ഞു പോകുന്ന ഭാഗം പൂർവ്വസ്ഥിതിയിലാകുന്നത് തിരഞ്ഞെടുക്കണം. വിരൽ കൊണ്ട് അമർത്തുമ്പോൾ കുഴിഞ്ഞു പോകുന്ന ഭാഗം പൂർവ്വസ്ഥിതിയിലാകാത്തത് എന്ത് ചെയ്യരുത്? തിരഞ്ഞെടുക്കുക, അത് ഒഴിവാക്കണം. പുറം തൊലിയിൽ ചെറിയ തോതിൽ ഈർപ്പമുള്ളതും തിളക്കമുള്ളതും വേണം നമ്മൾ വാങ്ങാൻ. മാംസം അസ്ഥിയിൽ നിന്ന് വിട്ടുപോകുന്നത് വാങ്ങാൻ പാടില്ല. ചെകിളപ്പൂക്കൾ തിളങ്ങുന്നതും പിങ്ക് നിറമുള്ളതും ആകണം. ഇനി ചാരനിറമുള്ളതോ നേർത്ത പച്ച നിറമോ ആയ ചെകിളപ്പൂക്കൾ എന്ത് ചെയ്യരുത്? ഉള്ളത് വാങ്ങരുത്. അതുപോലെ കണ്ണുകൾ യഥാസ്ഥാനത്തുള്ളതും സ്വാഭാവിക നിറമുള്ളതുമായ മത്സ്യമായിരിക്കണം വാങ്ങേണ്ടത്. പിന്നെ കുഴിഞ്ഞ കണ്ണുകളുള്ളത് വാങ്ങരുത്. ദുർഗന്ധമില്ലാത്തതായിരിക്കണം, ദുർഗന്ധമുള്ളത് വാങ്ങരുത്. അപ്പോൾ ഇതാണ് നമ്മൾ ആഹാര സാധനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പാകം ചെയ്യാനായി മത്സ്യം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. പാലും പാലുൽപ്പന്നങ്ങളുമാണ് അടുത്ത് നമ്മൾ പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ എവിടെ നിന്നാണ് പാൽ ലഭിക്കുന്നത്? അപ്പോൾ പാക്കറ്റ് പാൽ വാങ്ങുന്നവരുണ്ട്, പശു കറക്കുന്ന വീട്ടിൽ നിന്ന് പാൽ വാങ്ങുന്നവരുണ്ട്, അല്ലാതെ നേരിട്ട് വീട്ടിൽ നിന്ന് പാൽ ഉപയോഗിക്കുന്നവരുണ്ട്.
ഇനി കടകളിൽ നിന്ന് പാലോ പാലുൽപ്പന്നങ്ങളോ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അപ്പോൾ കടകളിൽ നിന്നാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലൊന്നാമത്തത് കവറിലെ ലോഗോ ഉള്ള പാലാണ് വാങ്ങേണ്ടത്. അപ്പോൾ കവർ എടുത്ത് നോക്കുമ്പോൾ ലോഗോ ഉള്ള പാൽ മാത്രമേ വാങ്ങാവൂ. നിറം മാറ്റമുള്ള പാല് വാങ്ങരുത്. അപ്പം നിറം മാറ്റമുള്ള പാൽ എന്താണ്, അത് വാങ്ങരുത്. പാക്ക് ചെയ്യാത്ത പാലും പാലുൽപ്പന്നങ്ങളും വാങ്ങാൻ പാടില്ല. പാക്ക് ചെയ്ത തീയതിയും കാലാവധിയും കവറിൽ അടയാളപ്പെടുത്തിയത് വേണം നമ്മൾ വാങ്ങാൻ. ലഭ്യമാകുന്ന സ്രോതസ്സിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തണം. ചീസ്, പനീർ എന്നിവ പാക്ക് ചെയ്തും സീലുള്ളതും ആയിരിക്കണം. കടയിൽ നിന്ന് പാലും പാലുൽപ്പന്നങ്ങളും വാങ്ങുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇനി പഴങ്ങളും പച്ചക്കറികളുമാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ അവിടെ എന്തൊക്കെ ശ്രദ്ധിക്കണം? കടയിൽ പോയി പഴങ്ങളും പച്ചക്കറികളും വാങ്ങുന്നവരാണെങ്കിൽ നമ്മളത് തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ തിരഞ്ഞെടുക്കേണ്ടത് എങ്ങനെയാണ്? പുറംതോട് കേടില്ലാത്ത പഴങ്ങളും പച്ചക്കറികളുമാണ് ഉപയോഗിക്കേണ്ടത്. ഇനി ഒഴിവാക്കേണ്ടതാണെങ്കിലോ കേടായവ ഒഴിവാക്കണം. ഇനി എന്താണ്? ചീഞ്ഞു പോകാത്തത്, കേടാവാത്തത് നോക്കി ഫ്രഷ് ആയിട്ടുള്ള എന്താണ് പഴങ്ങളും പച്ചക്കറികളും ആയിരിക്കണം വാങ്ങേണ്ടത്. ചീഞ്ഞു പോയതോ അതുപോലെ കേടായതൊന്നും വാങ്ങാൻ പാടില്ല. ഇനി പാക്ക് ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്, ചിപ്സ്, പാനീയങ്ങൾ തുടങ്ങിയ നിരവധി ഭക്ഷ്യവിഭവങ്ങൾ ഇന്ന് പാക്കറ്റുകളിൽ ലഭ്യമാണ്. ഇത്തരം പാക്കറ്റുകളിൽ ആ ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കുക. വീട്ടിൽ വാങ്ങിയ ഒരു ഒഴിഞ്ഞ ഭക്ഷ്യ പാക്കറ്റ്, അത് ബിസ്ക്കറ്റ് ആകാം, ബ്രെഡ് ആകാം, ചോക്ലേറ്റ് ആകാം തുടങ്ങിയവ ഇതിൽ സ്കൂളിൽ കൊണ്ടുവന്ന ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് അതിൻ്റെ ലേബൽ പരിശോധിക്കൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ബിസ്ക്കറ്റ് ആയാലും അതുപോലെ ബ്രെഡ്, ചോക്ലേറ്റ് ഇവയായാലും അതിൻ്റെ ലേബൽ നോക്കി വേണം വാങ്ങാൻ. എന്തെല്ലാം വിവരങ്ങളാണ് കണ്ടെത്താൻ കഴിയുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി പാക്കറ്റ് പരിശോധിച്ച് കണ്ടെത്തിയ വിവരങ്ങളിൽ താഴെ പറയുന്നവയിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്? അപ്പോൾ നമ്മളൊരു പാക്കറ്റിൽ വസ്തു വാങ്ങണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെട്ടതായിരിക്കണം വാങ്ങേണ്ടത്? ഒന്നാമത്തേത്, ഭക്ഷ്യവസ്തുവിൻ്റെ പേരുണ്ടായിരിക്കണം. ചേരുവകളുടെ പട്ടിക രേഖപ്പെടുത്തണം. പോഷക ഘടകങ്ങൾ സംബന്ധിച്ച വിവരം ഉണ്ടായിരിക്കണം. കലോറിക മൂല്യം അടയാളപ്പെടുത്തിയിരിക്കണം. വെജിറ്റേറിയൻ, നോ വെജിറ്റേറിയൻ അടയാളങ്ങളുണ്ട്. അളവ്, തൂക്കം എന്നിവ നമ്മൾ ശ്രദ്ധിക്കണം. നിർമ്മിച്ച തീയതി, കാലാവധി കഴിയുന്ന തീയതി രേഖപ്പെടുത്തിയിരിക്കണം. ഉൽപ്പാദിപ്പിച്ച സ്ഥലം, നിർമ്മാതാവിൻ്റെ വിലാസം എന്നിവ അതിലുണ്ടായിരിക്കണം. ഉപയോഗിച്ച പ്രിസർവേറ്റീവുകളും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിറം കൊടുക്കാൻ ഉപയോഗിച്ച വസ്തുക്കൾ അതിൽ രേഖപ്പെടുത്തിയിരിക്കണം. ലൈസൻസ് നമ്പറും അതുപോലെ FSSAI ലോഗോയും ഉണ്ടായിരിക്കണം. ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് അതും ഒക്കെ ഇതിൽ രേഖപ്പെടുത്തിയിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള വസ്തു ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്തത് ഈ പാക്കറ്റ് ഫുഡ് വാങ്ങുമ്പോൾ വാങ്ങേണ്ടത്. പാക്കറ്റിലുള്ള ഭക്ഷ്യവിഭവങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി നമ്മൾ മായം ചേർക്കലിനെ കുറിച്ചാണ് പറയുന്നത്. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിഗണിക്കുമ്പോൾ ഏറെ ശ്രദ്ധിക്കേണ്ട മേഖലയാണ് മായം ചേർക്കൽ. മായം ചേർക്കലുമായി ബന്ധപ്പെട്ട് വന്ന പത്രവാർത്തയെക്കുറിച്ചാണ് നമ്മൾ താഴെ പറയുന്നത്. അപ്പോൾ എന്താണ്? ശർക്കരയിൽ വൻതോതിൽ മായം. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി 3500 കിലോഗ്രാം മായം കലർന്ന ശർക്കര ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് പിടികൂടി. തുണികൾക്ക് നിറം നൽകുന്ന സിന്തറ്റിക് ഡൈ ആയ റൊഡോമിൻ ബി കലർത്തിയ ശർക്കരയാണ് ഇത്തരത്തിൽ പിടിച്ചെടുത്തത്. അപ്പോൾ ശർക്കരയിൽ ചേർക്കുന്ന മായത്തിൻ്റെ പേരെന്താണ്? റൊഡോമിൻ ബി എന്നതാണ്. ശർക്കരയിൽ ചേർത്ത തുണികൾക്ക് നിറം നൽകുന്ന സിന്തറ്റിക് ഡൈ ആണ് ഈ റൊഡോമിൻ ബി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിന്തറ്റിക് ആയിട്ടുള്ള വസ്തുവാണ് എന്തിൽ ചേർത്തിരിക്കുന്നത്? ശർക്കരയിൽ ചേർത്ത് വിപണിയിൽ കൊണ്ടുവന്ന് വിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ റൊഡോമിൻ ബി ചെറിയ അളവിൽ പോലും ഉള്ളിലെത്തിയാൽ എന്താ കാരണം? ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാകും. അപ്പോൾ റൊഡോമിൻ ബി എന്ന് പറയുന്ന ഈ വസ്തു നമ്മുടെ ശരീരത്തിലെത്തിയാൽ അതെന്തിന് കാരണമാകും? ക്യാൻസർ രോഗത്തിന് കാരണമാകും. അപ്പോൾ ശർക്കരയിൽ ചേർക്കുന്ന മായം എന്താണ്? മായം ചേർക്കുന്നത് റൊഡോമിൻ ബി എന്ന് പറയുന്ന ഒരു വസ്തുവാണ്, സിന്തറ്റിക്കാണ്.
ഇനി ശർക്കരയിൽ എന്താണ് റെഡോമിൻ ബി ചേർക്കുന്നത്? എന്തിനാണ് റെഡോമിൻ ബി ചേർക്കുന്നത്? അപ്പോൾ റെഡോമിൻ ബി ചേർക്കുന്നത് കൊണ്ടുള്ള ദോഷമെന്ത്? അപ്പോൾ എന്താണ്, ശർക്കരയുടെ അതേ നിറവും മണവും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇനി ഇതുപോലെ പല ഭക്ഷ്യവസ്തുക്കളിലും മായം ചേർക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമല്ലോ. മുളകുപൊടി, മഞ്ഞൾപ്പൊടി, തേയില ഇവയിലൊക്കെ നിരവധി മായങ്ങൾ ചേർക്കാറുണ്ട്. ഇനി മായം ചേർക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആഹാരവസ്തുക്കളിൽ അവയോട് സാദൃശ്യമുള്ളതും വില കുറഞ്ഞതും ഗുണനിലവാരമില്ലാത്തതുമായ വസ്തുക്കൾ കലർത്തുന്നതാണ് മായം ചേർക്കൽ. ഒരു പദാർത്ഥത്തിൽ നിന്ന് ഗുണമേന്മയുള്ള ഘടകങ്ങൾ നീക്കം ചെയ്ത ശേഷം വിൽക്കുന്നതും ഗുണനിലവാരമുണ്ടെന്ന് തോന്നിപ്പിക്കാൻ അനധികൃതമായി നിറങ്ങൾ ചേർക്കുന്നതും മായം ചേർക്കൽ തന്നെ. അപ്പോൾ മായം ചേർക്കൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്, ഒരു പദാർത്ഥത്തിൽ നിന്ന് ഗുണമേന്മയുള്ള ഘടകങ്ങൾ നീക്കം ചെയ്ത ശേഷം അതിലെന്ത് ചെയ്യുന്നു, വില കുറഞ്ഞതും ഗുണനിലവാരം കുറഞ്ഞതുമായ വസ്തുക്കൾ എന്ത് ചെയ്യുന്നു, ചേർക്കുന്നു. അപ്പോൾ ഇത് എന്തിന് കാരണമാണ്? മായം ചേർക്കൽ കാരണമാണ്. അപ്പോൾ ഇതിനെയൊക്കെയാണ് നമ്മൾ മായം ചേർക്കൽ എന്ന് പറയുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന പല ഭക്ഷ്യവസ്തുക്കളും മായം ചേർക്കപ്പെട്ടവയാകാം. അതിനാൽ ഭക്ഷ്യവസ്തുക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ പരമാവധി ഗുണനിലവാരം ഉറപ്പുവരുത്തേണ്ട. അപ്പോൾ ഗുണനിലവാരം ഉണ്ടെന്ന് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ മായം ചേർക്കപ്പെട്ടവയായതുകൊണ്ട് തന്നെ ആ ഭക്ഷ്യവസ്തുക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്ത് ചെയ്യണം? പരമാവധി ഗുണനിലവാരം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഭക്ഷ്യവസ്തുക്കളിലെ മായം ചേർക്കൽ എങ്ങനെ തിരിച്ചറിയാമെന്നാണ് അടുത്ത് നമ്മൾ പറയുന്നത്. ഇനി ഈ തേനുണ്ടല്ലോ, തേനിലും എന്ത് ചെയ്യാറുണ്ട്? മായം ചേർക്കാറുണ്ട്. എങ്ങനെയാണ് തേനിലെ മായം എന്ന് നോക്കാം. തേനിൽ മായമായി ചേർക്കാൻ സാധ്യതയുള്ള വസ്തുവാണ് ചുവടെ തന്നിട്ടുള്ളത്. അപ്പോൾ പലതരത്തിൽ ഇങ്ങനെ വെള്ളം തന്നിട്ടുണ്ട്. വെള്ളം, ശർക്കര ലായനി, പഞ്ചസാര ലായനി, കഞ്ഞിവെള്ളം. അപ്പോൾ ഇതിൽ ശുദ്ധമായ തേൻ വളരെ വിലപിടിപ്പുള്ളതാണ്. പഞ്ചസാരയുടെ, ശർക്കരയുടെയോ ലായനി തേനിൽ ചേർക്കാറുണ്ട്. ഒരു കോട്ടൺ തിരി തേനിൽ മുക്കി കത്തിക്കുക. അത് നന്നായി കത്തുന്നുണ്ടെങ്കിൽ മായം ചേരാത്ത തേനാണ്. അപ്പോൾ ഒരു കോട്ടൺ തുണിയിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ തേനിൽ മുക്കിയിട്ട് അത് കത്തിക്കുക. നന്നായി കത്തിയാൽ അതെന്താണ്? അത് മായം ചേരാത്ത തേനാണ്. എന്നാൽ കത്തിക്കുമ്പോൾ പൊട്ടലും ചീറ്റലും ഉണ്ടാവുകയാണെങ്കിൽ ആ തേൻ എങ്ങനെയാണ്? മായം ചേർന്ന തേനാണ്. തേനിൽ ചേർത്ത പഞ്ചസാര ശർക്കര ലായനിയിലെ ജലാംശമാണ് തിരികത്തുമ്പോൾ ഇങ്ങനെ പൊട്ടലും ചീറ്റലും ഉണ്ടാകുന്നത്. അപ്പോൾ തേനിൽ ഒരു പക്ഷേ പഞ്ചസാര ലായനി ചേർക്കും, അല്ലെങ്കിൽ ശർക്കര ലായനി ചേർക്കും. ഇത് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇതിലുള്ള ജലാംശമാണ് തിരികത്തിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടലും ചീറ്റലും ഉണ്ടാക്കുന്നത്. ശുദ്ധമായ തേൻ വെള്ളത്തിലേക്ക് ഒഴിച്ചാൽ നേരെ താഴേക്ക് പോകും. മായം ചേർന്ന തേനാണെങ്കിൽ ഉടനെ വെള്ളത്തിൽ ലയിക്കും. അപ്പോൾ ശുദ്ധമായ തേനാണെങ്കിൽ എന്ത് ചെയ്യും? അത് നമ്മുടെ വെള്ളത്തിനടിയിലോട്ട് പോകും. ഇനി മായം ചേർന്നതാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അത് മായം ചേർത്തതാണെങ്കിൽ ഉടനെ അത് വെള്ളത്തിൽ ലയിക്കും. ഇനി നാം ഉപയോഗിക്കുന്ന ചില ഭക്ഷ്യവസ്തുക്കളിലെ മായവും അത് കണ്ടെത്തുന്നതിനുള്ള മാർഗവുമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മഞ്ഞൾ, വെളിച്ചെണ്ണ, കായം മുതലായവയിൽ മായം ചേർത്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് ടംബ്ലറിൽ കുറച്ച് വെള്ളമെടുത്ത് അതിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി വിതറുക. കൃത്രിമ നിറം ചേർത്തിട്ടുണ്ടെങ്കിൽ നിറം താഴേക്ക് പടരും. ഇല്ലെങ്കിൽ നിറമിളകാതെ മഞ്ഞൾപ്പൊടി താഴേക്ക് അടിയും. ഇനി വെളിച്ചെണ്ണയിലാണെങ്കിലോ 1/2 ഗ്ലാസ് വെളിച്ചെണ്ണ 30 മിനിറ്റ് ഫ്രീസറിൽ വെച്ച ശേഷം നിരീക്ഷിക്കുക. ശുദ്ധമായ വെളിച്ചെണ്ണയാണെങ്കിൽ മുഴുവനും കട്ടിയായിട്ടുണ്ടാവും. മറ്റേതെങ്കിലും എണ്ണകൾ ചേർത്തിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് മുകളിൽ ദ്രാവക രൂപത്തിൽ പൊങ്ങി നിൽക്കും. അതുപോലെ തന്നെ കായത്തിൽ മായം ചേർത്തിട്ടുണ്ടോ എന്ന് അറിയാൻ എന്ത് ചെയ്യണം? ഒരു കഷ്ണം കായം സ്പൂണിലെടുത്ത് കത്തിച്ച് നോക്കിയാൽ കർപ്പൂരം കത്തുന്നത് പോലെ നന്നായി കത്തുന്നില്ലെങ്കിൽ മായം ചേർത്തിട്ടുണ്ടെന്ന് അനുമാനിക്കാം. അപ്പോൾ മുകളിൽ നൽകിയിരിക്കുന്ന വിവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ വീട്ടിലെ മഞ്ഞൾപ്പൊടി, കായം, വെളിച്ചെണ്ണ എന്നിവയിൽ മായം ചേർത്തിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ താഴെ പറയുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് പ്രവർത്തനം? ഒരു ചില്ല് ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമെടുത്ത് അതിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി വിതറിയിട്ട് നമുക്ക് പരീക്ഷണം നടത്താം. അതുപോലെ ഒരു കഷ്ണം കായം, അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്.
ഇനി മായം ചേർക്കൽ ഒരു സാമൂഹ്യ തിന്മയാണ് എന്ന സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് നോട്ടീസോ പോസ്റ്ററോ തയ്യാറാക്കാൻ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. ഭക്ഷ്യവിഭവങ്ങളുടെ സുരക്ഷിതമായ സൂക്ഷിപ്പ് ആണ് അടുത്ത് നമ്മൾ പറയുന്നത്. സുരക്ഷിതമായ ഭക്ഷണം ഉറപ്പാക്കാൻ ഭക്ഷ്യവസ്തുക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നാം ഇതുവരെ ചർച്ച ചെയ്തത്. അതുപോലെ പ്രധാനപ്പെട്ടതാണ് ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതെ സൂക്ഷിക്കുക എന്നതും. എന്തുകൊണ്ടാണ് സൂക്ഷിച്ചു വയ്ക്കൽ ആവശ്യമായി വരുന്നത്? താഴെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? പല ഭക്ഷ്യവസ്തുക്കളും ഓരോ സ്ഥലങ്ങളിൽ വ്യത്യസ്ത സീസണുകളിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവയെല്ലാം അതത് സമയങ്ങളിൽ ഉപയോഗിച്ച് തീരുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ചില വസ്തുക്കളൊക്കെ എന്താണ് സീസൺ അനുസരിച്ച് വിളയുന്ന വസ്തുക്കളൊക്കെയാണ്. വീട്ടിൽ വാങ്ങുന്ന പഴങ്ങളും പച്ചക്കറികളും മറ്റ് ഭക്ഷ്യവസ്തുക്കളും അതേ ദിവസം തന്നെ ഉപയോഗിച്ച് തീരുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പാകം ചെയ്ത ഭക്ഷണം ബാക്കി വരുന്നുണ്ടോ? ഈ സന്ദർഭങ്ങൾ വിശകലനം ചെയ്ത് ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചു വയ്ക്കേണ്ടി വരുന്നതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമെന്നാണ് നമ്മൾ ഇനി കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഭക്ഷ്യക്ഷാമം നേരിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കുക എന്താണ് സീസണുകൾ. അപ്പോൾ ഒരു സമയത്ത് നമുക്ക് ഇല്ലാതാകുമ്പോൾ ഉപയോഗിക്കാനായിട്ട് ഈ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. ഇനി ശരിയായി സൂക്ഷിച്ച് വച്ചില്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾക്ക് എന്ത് സംഭവിക്കുമെന്നാണ് അടുത്ത് നമ്മൾ പറയുന്നത്. വീട്ടിൽ പാത്രത്തിൽ സൂക്ഷിക്കുന്ന അരി കുറേ കാലം കേടുവരാതിരിക്കുന്നുണ്ടല്ലോ. എന്നാൽ ചോറ് ഒരു ദിവസം കഴിയുമ്പോഴേക്കും കേടുവരുന്നു. അപ്പോൾ വേവിച്ചത് കൊണ്ടാണോ കേടുവരുന്നത്? അപ്പോൾ അത് നമുക്ക് നോക്കാം. ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികൾ നടത്തുന്ന വിഘടന പ്രവർത്തനങ്ങളുടെ ഫലമായാണ് പ്രധാനമായും ഭക്ഷ്യവസ്തുക്കൾക്ക് കേടുവരുന്നത്. അപ്പോൾ ഭക്ഷ്യവസ്തുക്കൾ കേടുവരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികൾ നടത്തുന്ന വിഘടന പ്രവർത്തനങ്ങളുടെ ഫലമായാണ് എന്ത് ചെയ്യുന്നത്? ഭക്ഷ്യവസ്തുക്കൾ കേടുവരുന്നത്. ഉയർന്ന താപനിലയിലും വളരെ താഴ്ന്ന താപനിലയിലും സൂക്ഷ്മജീവികൾക്ക് പ്രവർത്തനരഹിതമാകും. അപ്പോൾ ഈ ഉയർന്ന താപനില, ചൂട് കൂടുതലാണെങ്കിലോ അതുപോലെ തന്നെ ചൂട് കുറവാണെങ്കിലോ തീരെ താഴ്ന്ന താപനിലയിലാണെങ്കിലോ ഈ സൂക്ഷ്മജീവികൾ എങ്ങനെയാണ്? പ്രവർത്തനരഹിതമാകും. കൂടാതെ ഈർപ്പം തീരെ ഇല്ലാത്ത സാഹചര്യങ്ങളിലും സൂക്ഷ്മജീവികൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. വായു കടക്കാൻ കഴിയാത്ത വിധം പാക്ക് ചെയ്ത ആഹാര പദാർത്ഥങ്ങളിലും സൂക്ഷ്മജീവികൾക്ക് പ്രവർത്തിക്കാനാവില്ല. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ പാക്കറ്റ് ഫുഡുകളൊക്കെ എന്ത് ചെയ്യുന്നത്? കേട് വരാതെ ഇരിക്കുന്നത്. ഇനി പാത്രത്തിൽ സൂക്ഷിക്കുന്ന അരി ദീർഘനാൾ കേടുവരാതിരിക്കാനും ചോറ് ഒരു ദിവസം കഴിയുമ്പോൾ കേടുവരാനുള്ള കാരണം ഇതാണ്. ബ്രെഡിൻ്റെ പാക്കറ്റിൽ നിന്ന് ഒരു കഷ്ണം ബ്രെഡ് എടുത്ത് പുറത്ത് വയ്ക്കൂ. ബ്രെഡിൽ 1-2 തുള്ളി വെള്ളം തളിക്കൂ. 3 ദിവസം കഴിഞ്ഞ് ഹാൻഡ് ലെൻസിലൂടെയോ മൈക്രോസ്കോപ്പിലൂടെയോ നിരീക്ഷിച്ചാൽ ബ്രെഡിൽ എന്താണ് കാണുന്നത്? ഇതിന് കാരണം എന്താണ്? അപ്പോൾ ബ്രെഡിൽ പൂപ്പൽ നിരീക്ഷിച്ച എന്താണ് ബ്രെഡിൽ പൂപ്പൽ അല്ലെങ്കിൽ ഫംഗസ് വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ്? ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചു വയ്ക്കുന്ന രീതികളാണ് നമ്മൾ പറയുന്നത്. ഏതൊക്കെ രീതിയിൽ ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാം? അപ്പോൾ ഒന്നാമത് നമുക്ക് എന്താണ്? ഉപ്പിലിട്ട് സൂക്ഷിച്ചു വയ്ക്കാം. അപ്പോൾ ഈ മാങ്ങ, അതുപോലെ നാരങ്ങ, നെല്ലിക്ക, ക്യാരറ്റ്, പൈനാപ്പിൾ ഇതൊക്കെ നമുക്ക് ഉപ്പിലിട്ട് സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ്. ഇനി അതുപോലെ മുളക് ഉണക്കി സൂക്ഷിക്കാം. പിന്നെ പാക്കറ്റ് ഫുഡുകൾ അതേപോലെ ഇരിക്കും. ഇതൊക്കെ നമുക്ക് പച്ചക്കറികൾ എന്താണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെ കേടാവാതെ ഇരിക്കും. അപ്പോൾ വിവിധ ഭക്ഷ്യവസ്തുക്കൾ പല രീതിയിൽ സൂക്ഷിച്ചു വയ്ക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഓരോന്നും കേടുവരാതെ ഏത് രീതിയിലാണ് വച്ചിരിക്കുന്നതെന്ന് ആണ് പറഞ്ഞത്. ഇനി ഭക്ഷ്യവസ്തു അത് സൂക്ഷിക്കുന്ന രീതി, അത് കേടാകാത്തതിന് കാരണം. മുളക് നമ്മൾ ഉണക്കി സൂക്ഷിക്കുന്നു പറഞ്ഞു. ഈർപ്പം തീരെ ഇല്ലെങ്കിൽ സൂക്ഷ്മജീവികൾക്ക് പ്രവർത്തനം കഴിയില്ല. ഇനി ചെറിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പഞ്ചസാര ലായനിയിലിട്ടൊക്കെ നമ്മൾ ചെറി സൂക്ഷിക്കാറുണ്ട്. അതുപോലെ ഉണക്കിയൊക്കെ സൂക്ഷിക്കാം. ഇനി നെല്ലിക്ക ഉപ്പിട്ട് സൂക്ഷിക്കാം. പൈനാപ്പിൾ ഇങ്ങനെ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? സൂക്ഷിക്കാം. അപ്പോൾ ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാം രീതിയിലാണ് കേടുവരാതെ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് ആണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഓരോ രീതിയിലും സൂക്ഷിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്താനും പറഞ്ഞിട്ടുണ്ട്. ഇനി ഉണക്കി സൂക്ഷിക്കുന്നവ എന്താണ്? അരി, അതുപോലെ പയർവർഗ്ഗങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കൾ, മുളക്, മല്ലി ഇതൊക്കെ എന്ത് ചെയ്യുന്നു? നമ്മൾ ഉണക്കി സൂക്ഷിക്കാറുണ്ട്. ഇനി ഉപ്പ് ലായനിയിൽ സൂക്ഷിക്കുന്ന എന്തൊക്കെയാണ്? നാരങ്ങ, നെല്ലിക്ക, അങ്ങനെയുള്ളവയൊക്കെ നമ്മൾ ഉപ്പ് ലായനിയിൽ സൂക്ഷിക്കാറുണ്ട്. ഇനി പഞ്ചസാര ലായനിയിലാണെങ്കിൽ നമ്മൾ എന്തൊക്കെ സൂക്ഷിക്കാറുണ്ട്? ചെറി, പിന്നെ
പൈനാപ്പിൾ സൂക്ഷിക്കാറുണ്ട്, അതുപോലെ പപ്പായ, ഇതൊക്കെ നമ്മൾ പഞ്ചസാര ലായനിയിലിട്ട് സൂക്ഷിക്കാറുണ്ട്. കുറഞ്ഞ താപനിലയിൽ സൂക്ഷിക്കുന്നവ എന്തൊക്കെയാണ്? പാല്, തൈര്, ഇതൊക്കെ നമ്മൾ കുറഞ്ഞ താപനിലയിൽ സൂക്ഷിച്ച് വയ്ക്കാറുണ്ട്. വായു നിബന്ധമായി അടച്ച് സൂക്ഷിക്കുന്നവയാണ് ബിസ്ക്കറ്റ്, അതുപോലെ മറ്റുള്ള പലഹാരങ്ങളെന്നൊക്കെ പറയുന്നത്. ഇനി ഉപ്പ് ലായനിയിലും പഞ്ചസാര ലായനിയിലും എന്താണ് ഇതാണ് ഉപ്പ് ലായനിയിലും പഞ്ചസാര ലായനിയിലുമുള്ള ആ ഒരു മാറ്റമാണ് നമ്മൾ പറയുന്നത്. ഉപ്പ് ലായനി, പഞ്ചസാര ലായനി എന്നിവയിൽ സൂക്ഷ്മജീവികൾക്ക് നിലനിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഉപ്പ് ലായനിയിലും അതുപോലെ പഞ്ചസാര ലായനിയിലും എന്തില്ല? സൂക്ഷ്മജീവികൾ ഉണ്ടാവില്ല, അതിന് നിലനിൽക്കാൻ കഴിയില്ല. അത് എന്തുകൊണ്ടാണ് ഉപ്പ് ലായനിയിലും പഞ്ചസാര ലായനിയിലും സൂക്ഷ്മജീവികൾ നശിച്ചു പോകുന്നത്? അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ ഒരു പരീക്ഷണം തന്നിട്ടുണ്ട്. 2 ബീക്കർ എടുത്തിട്ട് അതിൽ ഒന്നിൽ ഉപ്പ് ലായനിയിലും ഒന്നിൽ സാധാരണ വെള്ളത്തിലും നമ്മൾ എന്ത് ചെയ്യുക? ഒരു ചേമ്പിലെ തണ്ട് ഇട്ട് വയ്ക്കുക. അപ്പോൾ ഈ ചേമ്പില ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞ് നിരീക്ഷിച്ചാൽ എന്ത് വ്യത്യാസമുണ്ടാകും? ഈ വ്യത്യാസം ഉണ്ടാകാനുള്ള കാരണം എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഉപ്പ് ലായനിയിൽ ഇറക്കി വെച്ച ചേമ്പിൻ തണ്ടിലെ കോശങ്ങളിൽ നിന്ന് ജലം ഉപ്പുവെള്ളത്തിലേക്ക് ഒഴുകുന്നു. അതുമൂലം ചേമ്പിൻ തണ്ടിലെ കോശങ്ങൾ ചുരുങ്ങുകയും ചേമ്പില വാടുകയും ചെയ്യുന്നു. അപ്പോൾ ഉപ്പ് തണ്ടിൽ വെച്ച ചേമ്പിലേക്ക് എന്താ സംഭവിച്ചത്? അത് വാടിപ്പോയി. പക്ഷേ നമ്മുടെ ഉപ്പിലിട്ട് വയ്ക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ നിന്ന് ജലാംശം എന്ത് ചെയ്യുന്നു? ഉപ്പ് ലായനിയിലേക്ക് വരുന്നു. അപ്പോൾ ഭക്ഷണ സാധനങ്ങളിൽ നിന്ന് മാത്രമല്ല, അവയോടൊപ്പമുള്ള സൂക്ഷ്മജീവികളുടെ കോശങ്ങളിലുള്ള ജലാംശവും ഉപ്പ് എന്ത് ചെയ്യും? വലിച്ചെടുക്കുന്നു. സൂക്ഷ്മജീവികളുടെ കോശങ്ങളിൽ നിന്ന് ജലം നഷ്ടപ്പെടുമ്പോൾ അവ നശിച്ചു പോകും. ഇത് തന്നെയാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ പഞ്ചസാര ലായനിയിൽ സൂക്ഷിക്കുമ്പോഴും സംഭവിക്കുന്നത്. അപ്പോൾ ഉപ്പ് ലായനിയിലും പഞ്ചസാര ലായനിയിലും നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിലെ ജലാംശമൊക്കെ ആര് വലിച്ചെടുക്കും? ഒന്നുകിൽ പഞ്ചസാരയോ അതല്ലെന്നുണ്ടെങ്കിൽ അതിലുള്ള ഉപ്പ് ലായനിയോ ഒക്കെ വലിച്ചെടുക്കും. അതുകൊണ്ട് അതിനെന്തില്ല? കേടാവാതെ അത് സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയും. ഉപ്പിലിട്ട മാങ്ങ കഴിച്ചിട്ടില്ലേ? മുകളിൽ ചെയ്ത പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ച കണ്ണിമാങ്ങ ചുരുങ്ങാനുള്ള കാരണം ഇതാണ്. പഞ്ചസാര ഉപയോഗിച്ച് ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് ഉദാഹരണമാണ് നമ്മുടെ ജാമ്. ഇനി ചക്ക ജാമ് തയ്യാറാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പഴുത്ത് പാകമായ ചക്കച്ചുള 1 കിലോ അരച്ചെടുത്ത് വേവിച്ച് എന്ത് ചെയ്യണം? കുറുക്കിയെടുക്കുക. അതിലേക്ക് 500 ഗ്രാം പഞ്ചസാര ചേർത്ത് 10 മിനിറ്റ് ഇളക്കുക. അല്പം തണുത്ത ശേഷം 1 സ്പൂൺ നാരങ്ങ നീര് ചേർക്കുക. നന്നായി തണുത്ത ശേഷം ഈർപ്പമില്ലാത്ത വൃത്തിയുള്ള പാത്രത്തിൽ വായു കടക്കാത്ത വിധം ഭദ്രമായി അടച്ചു വയ്ക്കുക. പപ്പായ, പൈനാപ്പിൾ തുടങ്ങിയവ ഏതെങ്കിലും പഴങ്ങൾ ഉപയോഗിച്ച് സ്കൂളിൽ ജാം നിർമ്മിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്, പാസ്ചറൈസേഷനാണ്. അപ്പോൾ എന്താണ് പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞാൽ, പാൽ പാക്കറ്റുകളിൽ പാസ്ചറൈസ്ഡ് മിൽക്ക് എന്ന് എഴുതിയിട്ടുള്ളത് കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട്, ഇവിടെ എഴുതിയിട്ടുണ്ട് മിൽമയുടെ പാക്കറ്റിൽ എന്താണ്? പാസ്ചറൈസ്ഡ് മിൽക്ക് എന്നാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ പാൽ കേടുവരാതെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗ്ഗമാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാൽ എന്ത് ചെയ്യും? കേടാവാതെ പാസ്ചറൈസേഷൻ നടത്തിയാൽ സൂക്ഷിക്കാം. 70 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 സെക്കൻഡ് വരെ പാൽ ചൂടാക്കിയ ശേഷം എന്ത് ചെയ്യും? നമ്മൾ 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് പെട്ടെന്ന് തണുപ്പിക്കും. അപ്പോൾ 70 ഡിഗ്രി മുതൽ 30 സെക്കൻഡ് വരെ നമ്മൾ എന്ത് ചെയ്യും? പാലങ്ങ് ചൂടാക്കും. ചൂടാക്കിയതിന് ശേഷം 10 ഡിഗ്രി സെൽഷ്യസിൽ പെട്ടെന്ന് പാൽ എന്ത് ചെയ്യുന്നു? തണുപ്പിക്കുന്നു. പെട്ടെന്നുള്ള ഈ താപവ്യതിയാനം മൂലം പാലിലെ സൂക്ഷ്മജീവികളുടെ കോശസ്തരം പൊട്ടുകയും അവ നശിക്കുകയും ചെയ്യുന്നു. അപ്പോൾ 70 നിന്ന് പെട്ടെന്ന് 10 ഡിഗ്രി സെൽഷ്യസിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ചൂടാക്കി തണുപ്പിക്കുമ്പോൾ അതിലെ കോശസ്തരം, സൂക്ഷ്മജീവികളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കോശസ്തരം പൊട്ടുകയും അവ നശിക്കുകയും ചെയ്യുന്നു. ഈ രീതി ആവിഷ്കരിച്ചത് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ലൂയി പാസ്ചറാണ്. അപ്പോൾ പാസ്ചറൈസേഷൻ കണ്ടുപിടിച്ചത് ആരാണ്? ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ലൂയി പാസ്ചറാണ് പാസ്ചറൈസേഷൻ കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ഈ രീതിക്ക് പാസ്ചറൈസേഷൻ എന്ന പേര് വന്നത്. അപ്പോൾ വൈന്, പഴച്ചാറുകൾ എന്നിവയും പാസ്ചറൈസേഷൻ നടത്തി നമുക്ക് സൂക്ഷിക്കാൻ കഴിയും. ഇനി ഐസിലും മായമുണ്ട്. ഐസിൽ എങ്ങനെയാണ് മായം? ആഴക്കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകൾ ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും കരയിലെത്തുന്നത്.
അവിടെ നിന്ന് ചില്ലറ കച്ചവടക്കാർ മത്സ്യം മറ്റു സ്ഥലങ്ങളിലെത്തിക്കാൻ എന്ത് ചെയ്യും, പിന്നെയും സമയമെടുക്കും. അപ്പോൾ ഇത്രയും ദിവസം എങ്ങനെയാണ് മത്സ്യം കേടാവാതിരിക്കുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. ഈ മത്സ്യം കേടാകാതിരിക്കാൻ ഐസ് ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഐസ് നിർമ്മിക്കുമ്പോൾ വെള്ളം വേഗം ഘനീഭവിക്കുന്നതിനും അലിഞ്ഞു പോവാതിരിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി അമോണിയം ക്ലോറൈഡ് എന്ന രാസവസ്തു ചേർക്കാറുണ്ട്. അപ്പോൾ ഐസ് കേടാവാതിരിക്കാൻ ചേർക്കുന്ന രാസവസ്തു ഏതാണ്? അമോണിയം ക്ലോറൈഡ് ആണ്. ഇനി അമോണിയം ക്ലോറൈഡ് നമ്മുടെ ശരീരത്തിന് ദോഷകരമാണ്. അപ്പോൾ ഈ അമോണിയം ക്ലോറൈഡ് നമ്മുടെ ശരീരത്തെ എന്ത് ചെയ്യും? ദോഷകരമായി ബാധിക്കും. അതിനാൽ പാചകം ചെയ്യുന്നതിന് മുമ്പ് ധാരാളം വെള്ളം ഉപയോഗിച്ച് മത്സ്യം നന്നായിട്ട് എന്ത് ചെയ്യുക? കഴുകുക. ആഹാര പദാർത്ഥങ്ങൾ കേടുകൂടാതിരിക്കാൻ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. റെഫ്രിജറേറ്ററിലെ എല്ലാ അറകളിലും താപനില ഒരുപോലെ അല്ല. റെഫ്രിജറേറ്ററിൽ വിവിധ ആഹാര സാധനങ്ങൾ വ്യത്യസ്ത അറകളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. വളരെ താഴ്ന്ന താപനിലയിൽ സൂക്ഷ്മജീവികൾക്ക് പ്രവർത്തിക്കാനാവില്ല. അതുകൊണ്ടാണ് അവ കേടുകൂടാതിരിക്കുന്നത്. ഭക്ഷണ പദാർത്ഥങ്ങൾ റെഫ്രിജറേറ്ററിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചാൽ എന്ത് സംഭവിക്കും? സൂക്ഷ്മജീവികൾ പ്രവർത്തിച്ചു തുടങ്ങും. ഭക്ഷണം കേടാവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് റെഫ്രിജറേറ്ററിലെ കാര്യം. ഭക്ഷ്യവസ്തുക്കൾ എങ്ങനെയാണ് റെഫ്രിജറേറ്ററിൽ ശാസ്ത്രീയമായി ക്രമീകരിക്കേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ശുചിത്വം സുരക്ഷയ്ക്കാണ് നമ്മൾ പറയുന്നത്. ആഹാരത്തിന് മുമ്പും ശേഷവും കൈയും വായും നന്നായി കഴുകുക. ഇതുകൊണ്ട് മാത്രം ഭക്ഷണവുമായി ബന്ധപ്പെട്ട ശുചിത്വം ഉറപ്പാക്കാൻ കഴിയുമോ? അപ്പോൾ ശുചിത്വത്തിനായി താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഭക്ഷ്യവസ്തുക്കൾ വാങ്ങുന്ന സ്ഥലം ശുചിത്വമുള്ളതായിരിക്കണം. വൃത്തിയുള്ള സ്ഥലത്ത് നിന്ന് വേണം ഭക്ഷ്യവസ്തുക്കൾ വാങ്ങാൻ. വാങ്ങിയ ശേഷമുള്ള സൂക്ഷിച്ചു വയ്ക്കൽ, പാചകം ചെയ്യൽ, ആഹാരം കഴിക്കൽ, ബാക്കിയുള്ളവ സൂക്ഷിച്ചു വയ്ക്കൽ, ഇതൊക്കെ എങ്ങനെയാണ്? ശുചിത്വത്തോടെ ആയിരിക്കണം. മുകളിൽ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെല്ലാമാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ആഹാരവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പരിഗണിക്കാറുണ്ടോ? നിങ്ങൾ പരിഗണിക്കുന്നവയ്ക്ക് നേരെ ടിക്കടയാളം ഇടുക. അല്ലാത്തവ നമ്മൾ എന്ത് ചെയ്യണം? തെറ്റടയാളവും ഇടുക. ഇവിടെ പഴം, പച്ചക്കറി, മത്സ്യം, മാംസം തുടങ്ങിയവ വാങ്ങുന്ന സ്ഥലങ്ങൾ, മാർക്കറ്റുകൾ വൃത്തിയുള്ളതാണ്. പഴം, പച്ചക്കറി, മത്സ്യം, മാംസം തുടങ്ങിയവ വാങ്ങുന്ന സ്ഥലങ്ങൾ വൃത്തിയുള്ളതാണോ? അല്ല. അപ്പോൾ അത് തെറ്റാണ്. കച്ചവടക്കാർ ഗ്ലൗസ്, മാസ്ക് എന്നിവ ധരിക്കാറുണ്ട്? ഇല്ല. ഇനി എന്താണ്? മാർക്കറ്റിൽ ഭക്ഷ്യവസ്തുക്കൾ വൃത്തിയായി സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്? അത് എല്ലായിടത്തും ഇല്ല. എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. ഇനി ഭക്ഷ്യവസ്തുക്കൾ അടച്ച് സൂക്ഷിക്കുന്നുണ്ട്? അത് ചിലപ്പോഴൊക്കെ അടച്ച് സൂക്ഷിക്കാറുണ്ട്. ശുദ്ധമായ ജലമാണ് പാചകത്തിന് ഉപയോഗിക്കുന്നത്? അതും ചില സ്ഥലങ്ങളിലൊക്കെ ശരിയാണ്, മറ്റ് ചില സ്ഥലങ്ങളിലൊക്കെ എന്താണ്? തെറ്റാണ്. ഇനി കത്തി, പാത്രം, കട്ടിംഗ് ബോർഡ്, ഭക്ഷ്യവസ്തുക്കൾ എന്നിവ നന്നായി കഴുകിയ ശേഷമാണ് ഉപയോഗിക്കുന്നത്. അതും പല സ്ഥലങ്ങളിലും അത് ശരിയാണ്. ഇനി പഴം, പച്ചക്കറി, മത്സ്യം, മാംസം തുടങ്ങിയവ കഴുകിയാണ് മുറിക്കുന്നത്? അത് ശരിയാണ്. ഇനി പാചകം ചെയ്ത ശേഷം ആഹാരം അടച്ചു വയ്ക്കുന്നു? അതും ശരിയാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യാത്തവരും ഉണ്ട് എന്ന് ഓർക്കുക. ആഹാരം വിളമ്പുന്നതിനും കഴിക്കുന്നതിനും മുമ്പ് കൈ സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നു? അത് ശരിയാവണം. വൃത്തിയാക്കിയ പാത്രങ്ങളാണ് ആഹാരം കഴിക്കാൻ ഉപയോഗിക്കുന്നത്? ശരി. പാചകം ചെയ്ത് അധിക സമയം കഴിയുന്നതിന് മുമ്പ് ആഹാരം കഴിക്കുന്നു? ശരി. അത് പലരും പല രീതിയിലാണല്ലോ കഴിക്കുന്നത്. വൃത്തിയുള്ള സ്ഥലത്തിരുന്ന് വീട്ടിലെ എല്ലാവരും ഒരുമിച്ച് ആഹാരം കഴിക്കുന്നു? ഇപ്പോൾ വീട്ടിലാണെങ്കിൽ ഇതെല്ലാം ശരിയാണ്. ബാക്കിയുള്ള ആഹാരം പിന്നീട് ഉപയോഗിക്കാൻ പറ്റിയത് മാത്രം കേടുവരാതെ സൂക്ഷിക്കുന്നു? അതും ശരിയാണ്. ഇനി ആഹാരം കഴിച്ച സ്ഥലം തുടച്ച് വൃത്തിയാക്കുന്നു? ശരിയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അതേപോലെ പിന്തുടരുന്നവരാണ്. പക്ഷേ നമ്മൾ മറ്റ് പുറത്തു നിന്നാണ് ആഹാരം വാങ്ങി ഉപയോഗിക്കുന്നതെങ്കിൽ ഇതൊന്നും പാലിക്കണമെന്നില്ല. ഓരോ ശരിക്കും ഓരോ സ്കോർ നൽകി നിങ്ങൾ എത്ര സ്കോർ ലഭിച്ചു എന്ന് കണ്ടെത്തൂ. നിങ്ങൾക്ക് ലഭിച്ച സ്കോർ കുറഞ്ഞിട്ടുണ്ടോ എങ്കിൽ ഇനി മറ്റെന്തെല്ലാം കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ പതിയേണ്ടതുണ്ട്. ഇനി വൃത്തിയുള്ളതും സുരക്ഷിതവും ആരോഗ്യകരവുമായ ഭക്ഷണം എല്ലാവരുടെയും അവകാശമാണ്. ഗുണനിലവാരമുള്ള വസ്തുക്കൾ കൊണ്ട് പാചകം ചെയ്താൽ മാത്രമേ ഗുണമേന്മയുള്ള വിഭവം ലഭിക്കുകയുള്ളൂ. ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കുന്ന പരിസരം, താപനില, പാചകം ചെയ്യുന്ന രീതി തുടങ്ങിയവയെല്ലാം കൃത്യമായാലേ ഭക്ഷണം ആരോഗ്യകരമാകൂ. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? മെച്ചപ്പെട്ട ആരോഗ്യം നമുക്ക് നിലനിർത്താനാവുകയുള്ളൂ. ഇനി
വർക്ക്, കുട്ടികൾക്കുള്ള വർക്ക്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി വിലയിരുത്താം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് വിലയിരുത്താൻ തന്നിരിക്കുന്നത്? കുരുമുളകിൽ ചേർക്കാൻ സാധ്യതയുള്ള മായം ഏതാണ്? അപ്പോൾ പപ്പായക്കുരുവാണ് ഇതിൽ തന്നിരിക്കുന്നതിൽ ശരി ഉത്തരം എന്ന് പറയുന്നത്. മത്സ്യ മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന ഐസ് ക്യൂബുകൾ ശീതളപാനീയങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കാമോ? എന്തുകൊണ്ട്? അത് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. കാരണം അതിൽ അമോണിയം ക്ലോറൈഡ് ചേർത്താണ് ഐസ് ക്യൂബുകൾ നിർമ്മിക്കുന്നത്. കടയിൽ നിന്ന് പഴവർഗ്ഗങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ എന്തെല്ലാം ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാൽ, തക്കാളി, മത്സ്യം, വെള്ളരി, വെണ്ട, മാംസം എന്നിവ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കണം. അവയിൽ എന്തുണ്ട്? അവയിൽ അതായത് പാൽ, തക്കാളി, മത്സ്യം, വെള്ളരി, വെണ്ട, മാംസം എന്നിവ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കണം. ഇവയിൽ എന്തുണ്ട്? ഇവയിൽ റെഫ്രിജറേറ്ററിൻ്റെ ഫ്രീസർ ഒഴികെയുള്ള ഭാഗങ്ങളിൽ വയ്ക്കേണ്ടത് ഏതെല്ലാമെന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ റെഫ്രിജറേറ്ററിൻ്റെ ഫ്രീസറിൽ ഒഴികെ വയ്ക്കാനുള്ളത് എന്തൊക്കെയാണ്? പാല്, തക്കാളി, വെണ്ട, ഇതൊക്കെയാണ്. ഇനി മത്സ്യം, മാംസം എന്നിവയൊക്കെ ഫ്രീസറിൽ വെച്ച് ഉപയോഗിക്കേണ്ടവയാണ്. ഇനി തുടർ പ്രവർത്തനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അടുക്കളയിൽ സൂക്ഷിച്ചു വച്ചിട്ടുള്ള ആഹാരവസ്തുക്കളുടെ പാക്കറ്റുകൾ ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പയറ്, മുളക്, പാവൽ, വെണ്ട, കോവൽ, ചക്ക തുടങ്ങിയവ സുലഭമായി ലഭിക്കുമ്പോൾ ഉണക്കി സൂക്ഷിക്കാറുണ്ടോ എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സുരക്ഷിത ഭക്ഷണം മനുഷ്യൻ്റെ അവകാശം എന്ന വിഷയത്തെ സംബന്ധിച്ച ഒരു പ്രഭാഷണം ക്ലാസ്സിൽ തയ്യാറാക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.